നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഇപ്പോൾ കല്യാണങ്ങളുടെ സീസണാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത താരസമ്പന്നമായ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ പങ്കെടുത്ത ഒരു വലിയ കല്യാണം നടന്നിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ. തീർച്ചയായിട്ടും ഭാഗ്യവതിയാണെന്ന് ഞാൻ പറയും. കാരണം എന്താ പറയുക, BJP സംസ്ഥാന പ്രസിഡൻ്റായ സുരേന്ദ്രൻ്റെ മകളുടെ കല്യാണത്തിന് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ടില്ല. അങ്ങനെയുള്ളിടത്ത് ഒരു MP മകളുടെ കല്യാണത്തിന് അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ 70 കോടിയൊക്കെ ചിലവായി എന്ന് പറയുന്നു. എങ്കിൽ പോലും അദ്ദേഹം വന്നില്ലേ? അത് തീർച്ചയായിട്ടും മലയാള സിനിമയിൽ വേറെ ഒരു നടനോ നടിക്കോ കിട്ടാത്ത ഭാഗ്യമാണെന്ന് ഞാൻ പറയും. ഭാഗ്യം ചെയ്ത അച്ഛനും ഭാഗ്യം ചെയ്ത മകളുമാണെന്ന് ഞാൻ പറയും. വലിയ താരനിമിടവുമായിരുന്നു. ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഗുരുവായൂരും കല്യാണത്തിന് ചെന്നു, എറണാകുളത്തെ പാർട്ടിക്കും ചെന്നു. ഗുരുവായൂരും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ദിലീപ് പങ്കെടുത്തു എന്ന് പറയുന്നു. അത് സുരേഷ് ഗോപിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഒരു നല്ല വിഭാഗം പറയുമ്പോൾ ED പേടിച്ചിട്ടാണെന്ന് പറയുന്നവരും ഉണ്ട്. കാരണം വന്നില്ല എങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികാര നടപടി എടുത്താലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം സുരേഷ് ഗോപി മമ്മൂട്ടിയുടെ മകൻ്റെ കല്യാണത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 2 കല്യാണത്തിന് പങ്കെടുത്ത ആളാണ്. അവിടെയെങ്കിലും ഞാൻ സുരേഷ് ഗോപി കണ്ടില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മമ്മൂട്ടിയും ഭാര്യയും, അത് പാർട്ടിക്കായാലും ശരി കല്യാണത്തിനായാലും ശരി, വരുന്ന കേട്ടു. അതുപോലെ മോഹൻലാൽ. പിന്നെ ആര് വന്നില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പം. ഏതാണ്ട് എല്ലാ പേരും മലയാള സിനിമയുടെ ഒരു പരിച്ഛേദമായിരുന്നു ഗുരുവായൂരും തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ. അപ്പോൾ എന്നെ ചിലർ വിളിച്ച് ചോദിച്ചു. അതുപോലെ നമ്മുടെ പ്രോഗ്രാമിൽ താഴെ എഴുതിയിട്ടുണ്ട്, ചേട്ടനെ കല്യാണം വിളിച്ചില്ലേ സുരേഷ് ഗോപി എന്ന്. വിളിച്ചില്ല. ഞാൻ ഇതിനെ വിളിച്ചു ചോദിക്കണമല്ലേ? അദ്ദേഹം വിളിച്ചില്ല. ഒന്നാമത് സുരേഷ് ഗോപി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ച് നടത്തുന്ന ഒരു കല്യാണത്തിന് വിളിക്കാവുന്ന അത്ര ഞാൻ വളർന്നിട്ടില്ലല്ലോ. ഞാനൊന്നും അല്ലല്ലോ മലയാള സിനിമയിൽ. 2, അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് ഒരുപാട് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ചീത്ത വശങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ വിളിക്കും? വിളിച്ചില്ല. പിന്നെ എനിക്ക് ഏക സമാധാനം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മലയാള സിനിമയിലുള്ള ഒരാളെയും എൻ്റെ മോൻ്റെ കല്യാണം വിളിച്ചിട്ടില്ല. കൊറോണ കാലമായിരുന്നല്ലോ, ഒരാളെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കല്യാണം വിളിക്കാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഇനി വേണമെങ്കിൽ എനിക്ക് പരാതിയും പറയാമല്ലോ. എന്നാലും എന്നെ വിളിച്ചില്ലല്ലോ അല്ലേ എന്ന് വെക്കാമല്ലോ. നിന്നെ ആരാടാ വിളിക്കണമെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. നോക്കാം. നല്ല വിവാഹമായിരുന്നു, നല്ല പാർട്ടികളായിരുന്നു. തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര ജനക്കൂട്ടമായിരുന്നു എന്ന് പറയുന്നു. ഇതിനിടയിൽ ചില യൂട്യൂബർമാർ ഇട്ടിരിക്കുന്നത്, നമ്മൾ ചില യൂട്യൂബുകളെ ഞാൻ ബാർ ചെയ്തതുപോലെ കാണേയില്ല. പക്ഷേ നമ്മുടെ വാട്സാപ്പിലേക്ക് പലരും ഇട്ടുതരും. സാറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ സാർ, അത് കേട്ടോ സാർ, മറ്റവൻ്റെ ചീത്ത വിളിച്ചിരിക്കുന്നത് കേട്ടോ സാർ എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ. അതുപോലെ എനിക്ക് ആരൊക്കെയോ അയച്ചു തന്നൊരു യൂട്യൂബിലെ ഒരു ക്ലിപ്പിങ്സ് കണ്ടപ്പോൾ, ഈ അഭിഹിത കഥകൾ പറയുന്ന ഒരു ചാനലിൻ്റെ ഉടമ, അദ്ദേഹത്തിന് ശ്രീകണ്ഠൻ നായരെ കാണണം. ശ്രീകണ്ഠൻ നായരെ കാണണമെങ്കിൽ 24 ഫ്ലവേഴ്സിൻ്റെ ഓഫീസിൽ പോയി കാണണം ഇല്ലേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണണം. അപ്പോൾ അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂർ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഈ യൂട്യൂബർ നേരെ ഗുരുവായൂർ പോയെന്ന്. അതെന്ത് ന്യായം? നിങ്ങളെ വിളിക്കാത്ത കല്യാണത്തിൻ്റെ സ്ഥലത്ത് പോയാണോ നിങ്ങൾ ശ്രീകണ്ഠൻ നേരെ കാണേണ്ട? അല്ല. അവിടെ പോയി സുരേഷ് ഗോപിയുടെ കൂടെ ഒന്ന് സെൽഫിയൊക്കെ എടുത്തേക്കുന്നു അദ്ദേഹം. അതാണ് ഡ്രസ്സ്. ശ്രീകണ്ഠൻ നേരെ കാണാനാണ് പോയത്, പക്ഷേ സുരേഷ് ഗോപിയുടെ സെൽഫിയൊക്കെയാണ് എടുത്തേക്കുന്നത്. അദ്ദേഹം സുരേഷ് ഗോപി പോലും അറിയാതെ ആണെന്നുണ്ട് പുറകെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പടമൊക്കെ എടുത്തിട്ടിരിക്കുന്നു. ഞാൻ അപ്പോൾ ആലോചിക്കായിരുന്നു, നമ്മുടെ ആളുകൾ എത്ര അധപ്പതിച്ച് പോയി. നാണമുള്ളവരാണെങ്കിൽ പോകില്ല, അല്പമെങ്കിലും ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ വിളിക്കാത്തടത്ത് പോകരുത്. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് പോയതെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, സുരേഷ് ഗോപി ചേട്ടൻ എന്ന് തന്നെ അയാൾ പറയുന്നു, സുരേഷ് ഗോപി ചേട്ടനും ഭാര്യയും ഒരു ഇളയ മകനും 2 പെൺകുട്ടികളൊക്കെ വളരെ മാന്യമായി പെരുമാറിയപ്പോൾ ഗോകുൽ എന്ന് പറഞ്ഞ സിനിമാ നടൻ സുരേഷ് ഗോപി ഉണ്ടല്ലോ, അയാൾ ആഹാരം വിളമ്പുന്നിടത്ത്, ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൻ്റെ ആഹാരം വിളമ്പുന്നിടത്ത് വളരെ മോശമായ സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിച്ചു എന്ന് പറയുന്നു. ഉള്ളതാണ്, ശരി കള്ളമെന്ന് എനിക്കറിയില്ല. അത് ആ യൂട്യൂബറുമായിട്ട് സുരേഷ് ഗോപി തീർക്കട്ടെ. വിളിക്കാത്തവന്മാർ ആരെങ്കിലും ഇതിനകത്ത് കയറിയാൽ വിവരം അറിയും എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്.
അപ്പോൾ 100 പേരിങ്ങനെ തള്ളി ആഹാരം കഴിക്കാൻ പോകാനായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പുറകുന്നുണ്ട് ആരോ പറഞ്ഞത് ആരും വിളിക്കാതെ ഇവിടെ ആരും വരില്ല, വിളിച്ചവർ തന്നെയാണ് വന്നതെന്ന് പറയുമ്പോൾ തന്തയ്ക്ക് പറഞ്ഞതാണ് ഈ വാടാ എൻ്റെ മുമ്പ് ഒന്ന് പറയാമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഈ യൂട്യൂബർ എഴുതിക്കുന്നത്. ഈ ഗോകുൽ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഗോകുൽ പറയാൻ സാധ്യതയുണ്ട്. കാരണം കുട്ടിക്കാലം മുതലേ സുരേഷ് ഗോപിയുടെ വീട്ടിൽ നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ ചെല്ലുകയാണെങ്കിൽ ഈ പയ്യൻ കമ്മീഷണറിലെ ബാബുല്ലേ എന്നാണ് ആദ്യം പറഞ്ഞു പഠിച്ചത്. അത് ആസ്വദിച്ച് സുരേഷ് ഗോപി ചിരിക്കണമെന്ന് കാണാൻ. മകൻ വരുന്നിരിക്കുന്ന വിസിറ്റേഴ്സിനെ ബാബുല്ലേ എന്നൊക്കെ വിളിക്കുന്ന കേട്ട് ഞാൻ ആസ്വദിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഗ്രാജുവലായിട്ട് വളർന്നുകൊണ്ടാണെന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ സുരേഷ് ഗോപി ആരോ എന്തോ രാഷ്ട്രീയപരമായി സംസാരിച്ചപ്പോഴും ഒക്കെ സഭ്യമല്ലാത്ത ഭാഷയിൽ ഈ ഗോകുൽ എന്ന് പറഞ്ഞ പയ്യൻ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പം മോനെ ഇനിയിപ്പോൾ ശാന്തുള്ള ദിനേശനെ കയറി തന്തയ്ക്ക് വിളിച്ചളയരുതേ. ഞാൻ പറഞ്ഞ് ഈ യൂട്യൂബിൽ കണ്ട കാര്യമാണ് പറഞ്ഞല്ല, എനിക്ക് യാതൊരു പരിചയമില്ല. ഈ പയ്യനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ പരിചയം കാണിക്കുകയില്ല. കാരണം ഇങ്ങനെയുള്ളവരുടെ ഇപ്പോൾ നമ്മൾ ഷാജി കൈലാസിൻ്റെ മക്കൾ മൂത്ത മകൻ ഫിലിം ഫെസ്റ്റിവലിന് നല്ല ക്യാൻറ്റീൻ നടത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു. മോനെ നിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. നന്നായിട്ട് നീ കാറ്ററിംഗ് ഒക്കെ പഠിച്ച് നീ ചെയ്യുന്നല്ലേ എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയുള്ളവരുടെ മാത്രമേ കമ്പനി അടിക്കാറുള്ളൂ. വാതർന്ന ബാബുല്ലേ എന്നൊക്കെ പറയുന്നവരുടെ നമ്മളെന്തോ ഒരു ഗ്യാപ്പ് ഇട്ട് നടക്കും, നമുക്ക് തെറിയേക്കാൻ വയ്യ. അതുകൊണ്ട് പൊന്നു മോനെ ഗോകുലെ, ഈ പ്രോഗ്രാം കണ്ടിട്ട് ആരെങ്കിലും അയച്ചു തരുമോ, നീ തന്നെ കാണുകയോ ചെയ്താൽ അത് ശരി. എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പുല്ലേ എന്ന് പറഞ്ഞ് എന്നെ കയറി തന്തയ്ക്കൊന്നും വിളിച്ച് കളയരുത്. അതെനിക്ക് സഹിക്കാൻ ഒക്കില്ല. ചിലപ്പോൾ ഞാൻ 10 പ്രാവശ്യം തിരിച്ച് വിളിക്കും. അതുകൊണ്ട് പറയരുത് കേട്ടോ എന്നെ. അത് പോട്ടെ. എന്തായാലും ഗോകുൽ അങ്ങനെ ചെയ്തുവെങ്കിൽ അത് മോശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിനെ വീണ്ടും പറയുന്നു. ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ നീ ഏത് കൊടി കെട്ടിയവൻ്റെ കല്യാണമായാലും വിളിക്കാതെ പോകരുത്. അല്ല, നിങ്ങൾ അവിടെ വരുന്ന താരനിബിഡമായ കല്യാണമായതുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലിനെയും ദിലീപിനെയും സുരേഷ് ഗോപിയും ഒക്കെ കണ്ണിറയെ കാണാമല്ലോ എന്ന് പറഞ്ഞാണ് പോയെങ്കിൽ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ ആ താലി കെട്ടി നടക്കുന്നിടത്ത് വെച്ച് കണ്ടിട്ട് അങ്ങ് പോകണം. അവിടെ നിന്ന് നേരെ അതിൻ്റെ സദ്യ വിളമ്പുന്നിടത്ത് ചെന്ന് തള്ളി വിളിക്കാത്തിടത്ത് കയറിയാൽ ഈ ഗോകുലിനെ പോലുള്ളവർ ഇങ്ങനെ പറയും. അപ്പോഴും എനിക്ക് സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ കാണുന്ന 6 അടി പൊക്കമുള്ള ഈ ശരീരം സിനിമയിൽ നിന്നുണ്ടാക്കിയതല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നരേന്ദ്രമോദിയെ കൊണ്ടുവരാൻ കഴിഞ്ഞതുപോലും നിങ്ങളൊരു സൂപ്പർ താരമായിരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ആര് വരാൻ? ഇപ്പോൾ ദേവൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റല്ലേ. സുരേഷ് കുമാർ അടക്കം എത്രയോ പേരുണ്ട്. വർഷങ്ങളായി കറ പുരളാത്ത നല്ല എന്താ പറയുക, നല്ല നല്ല പത്തരമാർക്ക് തങ്കം എന്ന് പറയാവുന്ന രീതിയിലുള്ള RSS BJPക്കാരില്ലേ. അവരുടെയൊക്കെ മക്കളുടെ കല്യാണത്തിന് എന്താ മോഡി വരാത്തത്? മോഡി ക്ഷണിച്ചൊന്നും പോലും എനിക്കറിയില്ല. ഇത് നിങ്ങളൊരു സൂപ്പർ താരമായതുകൊണ്ടാണ് വന്നത്. അപ്പോൾ നിങ്ങളൊരു സൂപ്പർ സ്റ്റാർഡം നിങ്ങൾക്കുണ്ടായത് പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. ആ പ്രേക്ഷകരിൽ വിവരമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ പോലെ ഒരു അന്ധമായി ആരാധിക്കുന്നവർ നിങ്ങളെ കാണാൻ വന്നു. കൂട്ടത്തിൽ സുരേഷ് ഗോപി ചേട്ടൻ്റെ മോളുടെ കല്യാണമല്ലേ കയറി ഒന്ന് ഉണ്ടാക്കാമെന്ന് തോന്നിയെങ്കിൽ അവരെ ഊണ് കഴിക്കാൻ അനുവദിക്കണമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. പോകാതിരിക്കേണ്ടത് ആത്മാഭിമാനമുള്ളവർ പോകരുത്. പക്ഷെ അങ്ങനെ വന്നുവെങ്കിൽ, ആരാധനമൊത്ത് വന്നുവെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ പുണ്യം നിങ്ങളുടെ മകൾക്കാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു. അങ്ങനെ ഗോകുൽ ചെയ്തെങ്കിൽ നിങ്ങൾ തടയണമായിരുന്നു. ഗോകുൽ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, ഇഷ്ടംപോലെ ആഹാരം ആളുകൾ കഴിച്ചിട്ട് പോട്ടെ എന്ന് പറയണം. പക്ഷേ അതിന് വരെ സുരേഷ് ഗോപി പറഞ്ഞത് അവസാനം വൈകി എത്തിയവർക്ക് ആഹാരമൊന്നും കാണില്ല ഇവിടെ. ആഹാരമില്ല എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കേണ്ട, അത്ര തന്നെ. വേസ്റ്റ് ആക്കാൻ ഇവിടെ ആഹാരമില്ല. ഞാൻ 1000 പേരെ വിളിച്ചാൽ 500 ഫുഡേ ഓർഡർ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയും ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇതിൽ ഏത് ശരി ഏത് തെറ്റെന്ന് എനിക്കറിയില്ല. എന്തായാലും ചില യൂട്യൂബർമാർ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഇങ്ങനെ ഗോകുൽ ഓവർ സ്മാർട്ട് കളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഇട്ടിരിക്കുന്നു. ഓവർ സ്മാർട്ട് കളിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് പുല്ലേ മാത്രം നിങ്ങൾക്ക് മറുപടി പറയാം. എങ്കിലും ഒരു മംഗല്യ കാര്യമല്ലേ, വിവാഹം എന്ന് പറയുന്ന ഒരു മംഗല്യ മുഹൂർത്തത്തിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആരുടെയും ശാപവും കണ്ണീരും പ്രാക്കുമൊന്നും കേൾക്കാതിരിക്കുന്നതാണ് ഭംഗി. അടുത്ത മകളുടെ കല്യാണത്തിനെങ്കിലും ഈ തെറ്റ് സുരേഷ് ഗോപിയും ഗോകുലും ഒക്കെ തിരുത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം. കല്യാണം ഞാൻ ഒരുപാട് കല്യാണങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. വിളിക്കാത്ത ഒരിടത്ത് ദിനേശ് പോകില്ല. വിളിച്ചിടത്ത് എങ്ങനെ പോകാതിരിക്കാമെന്ന് ആലോചിക്കും. ഞാനൊരു പത്രപ്രവർത്തകനായി കല്യാണത്തിൽ പങ്കെടുത്തത് എനിക്ക് തോന്നുന്നു ആദ്യത്തത് ചിത്രയുടെ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഡേറ്റുകൾ അറിയില്ല. ചിത്രയുടെ ആണോ മോഹൻലാലിൻ്റെ ആണോ ആദ്യം നടന്നതെന്ന് എനിക്കറിയില്ല. ചിത്രയുടെ കല്യാണത്തിന് പോയി. കോഴിക്കോട്ട് നിന്ന് ഫിലിം നൈറ്റിൽ നിന്ന് കത്ത് അയച്ചു തന്നു. അവിടെ വന്ന കത്ത് എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഞാൻ പോയി. നമ്മുടെ ട്രിവാൻഡ്രം ക്ലബ്ബിലായിരുന്നു, സുബ്രഹ്മണ്യ ഹാളിലായിരുന്നു കല്യാണം. അപ്പോൾ നമ്മൾ കന്യയ്യപ്പനാണ്. ആദ്യമായിട്ട് സിനിമാ പത്രപ്രവർത്തകനായി തിരുവനന്തപുരം ലേഖനായി പ്രവർത്തിക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ തെക്കൃ ശിവാവിനെ കാണുമ്പോഴും യേശുദാസിനെ കാണുമ്പോഴൊക്കെ എനിക്ക് MG രാധാകൃഷ്ണനെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു.
അന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നുകൊണ്ടിരുന്നത് കെ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീരിയലൊക്കെ ചെയ്യുന്ന ക്യാമറമാനാണ്. അപ്പോൾ ശ്രീകുമാർ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ യേശുദാസ് ഊണ് കഴിക്കുന്നതിൻ്റെ പുറകെ പോയി നിൽക്കുക, തെക്കുറിച്ച് ഊണ് കഴിക്കുന്നതിൻ്റെ പുറകെ പോയി ഞാനും കൂടെ വരാനായിട്ട്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു ചമ്മലുണ്ടെങ്കിൽ അന്ന് എനിക്ക് വീരാരാധന ആയിരുന്നതുകൊണ്ട് യേശുദാസിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാക്കില്ല. അപ്പോൾ അദ്ദേഹം ഊണ് കഴിക്കുന്നതിൻ്റെ പുറകെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിരുന്നു. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിങ്ങനെ നിൽക്കി, ഞാൻ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശ്രീകുമാർ ഫോട്ടോ എടുക്കുന്നതൊക്കെ നോക്കി നിൽക്കുമ്പോൾ ആരോ ഒന്ന് എൻ്റെ ചുമലിൽ തട്ടി. എന്താ എന്ന് ചോദിച്ചു. നിങ്ങളാരാ കല്യാണം വിളിച്ചേ? ഞാനാണെങ്കിൽ അന്ന് ഇന്ദ്രൻസിനേക്കാളും കഷ്ടമായിരുന്നു. നിങ്ങളാരാ? എന്നെ മനസ്സിലായില്ലേ? അവനില്ല, ഞാനാണ് ഇവിടുത്തെ കല്യാണത്തിൻ്റെ വരൻ. ആയിക്കോട്ടെ, ഞാൻ നിങ്ങളുടെ കല്യാണം കവർ ചെയ്യാനല്ല വന്നേ, ഞാൻ പാട്ടുകാരി ചിത്രയുടെ കല്യാണം കവർ ചെയ്യാനാണ് വന്നത് എന്ന് പറഞ്ഞു. അയാൾ എന്നെ രൂക്ഷമായിട്ട് നോക്കിയിട്ടൊക്കെ നടന്നു പോയി. അതിനുശേഷം ഞാൻ എവിടെയോ 2-3 സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ വിജയശങ്കറിനെ കണ്ടിട്ടുണ്ട്, ചിത്രയുടെ ഭർത്താവിനെ. ഞാൻ പരിചയപ്പെടാനൊന്നും പോയിട്ടില്ല. പക്ഷേ ചിത്രയെ കാണുമ്പോഴേ എനിക്ക് ചിരി വരും. കാരണം പാവം എപ്പോഴും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന പാട്ടുകാരിയല്ലേ. അവരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവരുടെ കല്യാണത്തിന് പോയിട്ട് അന്ന് ഞാൻ ആ പറഞ്ഞ ഡയലോഗ് മാത്രം പോരെ ആ കല്യാണം കുളമാക്കാൻ. അദ്ദേഹം ചിത്രയുടെ ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് ഇയാളെ കല്യാണം ഉണ്ടാക്കി നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ കെട്ടൂല എന്ന് പറഞ്ഞാൽ എന്ത്? അത് അന്നത്തെ വിവരക്കേടുകൊണ്ട് ചെയ്തതാണ്. ചിത്രയുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചാൽ എനിക്കിതാണ് ആദ്യം ഓർമ്മ വരുന്നത്. അടുത്തത് മോഹൻലാലിൻ്റെ. മണ്ണിട്ടാൽ നിലത്ത് വീഴില്ലായിരുന്നു. സുബ്രഹ്മണ്യ ഹാളിൽ ഒരു 5 കല്യാണത്തിന് പങ്കെടുക്കാനുള്ളവരാണ് അതിനകത്ത് ഇടിച്ചു കയറിയിരിക്കുന്നത്. പുറത്ത് വലിയ ആരവമായിരുന്നു ആൾക്കാർ. ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം പോലെ തന്നെ മോഹൻലാലിൻ്റെ കല്യാണത്തിന് A-Z മലയാള സിനിമ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ അതിന് ഒരു 2 മാസം മുമ്പാണ് ഫിലിം നൈറ്റ് മോഹൻലാലിനെ കുറിച്ചൊരു സ്പെഷ്യൽ ഇറക്കിയത്. ആ സ്പെഷ്യലിന് വേണ്ടി മോഹൻലാലിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ പഴയകാല കുട്ടിക്കാലത്തുള്ള ആൽബങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ഫേസ്ബുക്ക് യൂട്യൂബും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ ഞാൻ അതെല്ലാം സൂക്ഷിച്ചു വെച്ചെന്നെ. ഒരു വിശ്വാസക്കുറവുമില്ലാതെ ആൽബം എല്ലാം തന്നയച്ചു. മോഹൻലാൽ വിളിച്ചു പറഞ്ഞു അമ്മ കൊടുത്തേക്കണം. അപ്പോൾ മോഹൻലാലിൻ്റെ അമ്മ പറഞ്ഞു, മോനെ ഒരു പടവും നശിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു ഇല്ല അമ്മ, ഒരെണ്ണവും നശിപ്പിക്കില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ശ്രീകുമാർ സമയമെടുത്ത് 2-3 ദിവസം കൊണ്ടാണ് അതിൻ്റെ കോപ്പിയൊക്കെ എടുത്തത്. 2 ദിവസത്തെ കാണാതായപ്പോൾ എന്നെ വിളിച്ചു, ആ ആൽബം കൊണ്ടുവന്നില്ല മോനെ. ഞാൻ പറഞ്ഞു കൊണ്ടുവരാം അമ്മ, കൊണ്ടുവരാം. അങ്ങനെ റീകോപ്പി ചെയ്തിട്ട് ആൽബങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു ഫോട്ടോ പോലും നശിപ്പിക്കാതെ മോഹൻലാലിൻ്റെ വീട്ടിലെത്തിച്ചു. എന്നിട്ട് 4-5 ദിവസം ഞാൻ പകൽ മുഴുവൻ മോഹൻലാലിൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ അമ്മയുടെ ഇൻ്റർവ്യൂ എടുത്തു, അച്ഛൻ്റെ ഇൻ്റർവ്യൂ എടുത്തു, മോഹൻലാലിൻ്റെ മുറപ്പെണ്ണ് അമ്മാവൻ്റെ മകൾ കവിതയുടെ ഇൻ്റർവ്യൂ എടുത്തു. പിന്നെ മോഹൻലാലിൻ്റെ വീട്ടിലെ ഡ്രൈവർ, അന്നൊരു അംബാസഡർ കാറാണുള്ളത്, അതിൻ്റെ ഡ്രൈവറുടെ ഫോട്ടോ എടുത്തു. നല്ല രസമായിരുന്നു. 6-7 ദിവസം എനിക്ക് രസകരമായ ഓർമ്മകളാണ് മോഹൻലാൽ സ്പെഷ്യൽ. നന്നായിട്ട് വിറ്റുപോയി അത്. അതിലേറ്റവും കൂടുതൽ എഴുതിയതും ഞാൻ തന്നെ. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ കോപ്പി ഇരിപ്പുണ്ട്. ആ ഒരു ബന്ധം വച്ചിട്ടാണ് മോഹൻലാലിൻ്റെ കല്യാണം ഫിലിം നൈറ്റിനെയും വിളിച്ചു, എന്നെ പ്രത്യേകിച്ചും വിളിച്ചു. അങ്ങനെ ഞാൻ ശ്രീകുമാറും കൂടെ കല്യാണം കവർ ചെയ്യാനായിട്ട് സുബ്രഹ്മണ്യ ഹാളിൽ ചെന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണ്ണിട്ടാൽ നിലത്ത് വീഴില്ല, അത്രയ്ക്ക് ആളാണ്. അപ്പോൾ ശ്രീകുമാർ കതിർമണ്ഡപത്തിൻ്റെ എവിടെ നിൽക്കാമെന്ന് നോക്കാൻ വേണ്ടി മേളിൽ കയറി സ്ഥാനമൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സുഹൃത്ത്, അന്നത്തെ ശത്രുവായ ഡാൻസർ തമ്പി ശ്രീകുമാറിനെ പിടിച്ച് താഴെ ഇറക്കി. ഇവിടെ എങ്ങും നിൽക്കാക്കില്ല, ഇവിടെ ഒന്നും ഒരാളിനെയും ഫോട്ടോ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഒരു ജോക്കറെ പോലെ വയറ് തള്ളി പിടിച്ച ഒരു ടീഷർട്ടൊക്കെ ഇട്ട് അതിൻ്റെ പുറത്തൊരു മാങ്ങേണ്ടി പോലത്തെ ഒരു ക്യാമറയൊക്കെ തൂക്കി ആണ് തമ്പി നടക്കുന്നത്. ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ദിനേശ് അയാൾ എന്നെ പിടിച്ചിറക്കി. ആര്? അതുകൊണ്ടേക്കിന് ഡാൻസർ തമ്പി എന്ന് പറഞ്ഞാൽ അയാളാണ്, അയാളാണ്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഡാൻസർ തമ്പിയെ കാണുന്നത്. ഞാൻ നേരെ ചെന്ന് മോഹൻലാലിൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇതൊരു മാന്യനായ മനുഷ്യനെന്ന് പറയും വിശ്വനാഥൻ നായർ. ഞാൻ സാറിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, സാർ ഞാൻ ദിനേശൻ. ദിനേശ് പരിചയപ്പെടുത്തുന്നോ? എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ, പറയും. അങ്ങനല്ല, നമുക്ക് കല്യാണം കവർ ചെയ്യാനായിട്ട് നമ്മുടെ ശ്രീകുമാറിന് നിൽക്കാനായിട്ടൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അദ്ദേഹം ഒന്നും പഠിക്കാതെ വന്ന്, തമ്പി ഈ ശ്രീകുമാർ ദിനേശ് ഇവർ രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ടവരാ, ശ്രീകുമാറിന് മണ്ഡപത്തിൽ നിൽക്കാനുള്ളൊരു സ്ഥലം കാണിച്ചു കൊടുക്കും. എടുത്തു വായിൽ തമ്പി പറയാം, അച്ഛനല്ല ഇനി ആര് പറഞ്ഞാലും ശരി, ഒറ്റയാണതിനെ ഞാൻ കേട്ടില്ല. മോഹൻലാലിൻ്റെ അച്ഛനെ ഓവർടേക്ക് ചെയ്യുന്നു ആര്? തമ്പി.
അദ്ദേഹം നിസ്സംഗനായി എന്നെ നോക്കി, എന്താ ചെയ്യേണ്ടത്, നീ വിവരദോഷി പറയണതിന് ഞാൻ എന്ത് ചെയ്യാൻ എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സാരമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്തോളാം. ഞാൻ ശിവകുമാറിനെ പറഞ്ഞു, ശിവകുമാറെ, ഇയാൾ കഴുത്തിൽ ക്യാമറ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും മുഹൂർത്തമാകുമ്പോൾ ഇയാൾ ഫോട്ടോ എടുക്കും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അയാൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. ശിവകുമാർ കൃത്യമായിട്ട് ഇയാൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചത്. ഒരു മടക്ക് കസേര എടുത്തിട്ടിട്ട് കസേരയുടെ മുകളിൽ കയറി നിന്നിട്ട് ബാക്കി ആർക്കും കിട്ടാത്ത രീതിയിൽ ഫ്രെയിം കിട്ടാൻ എടുക്കുമ്പോൾ വെറുതെ എടുക്കുകയാണ്. അന്ന് ഫിലിമുമാണല്ലോ. അത് വെച്ചിട്ട് ഞാൻ ഈ മോഹൻലാലിൻ്റെ സ്പെഷ്യൽ ഇറക്കിയപ്പോൾ ഒരു ബോക്സിൽ തമ്പിയുടെ അട്ടഹാസങ്ങളെക്കുറിച്ച് എഴുതി. അങ്ങനെ കുറേ കാലം തമ്പി എന്നെ അന്വേഷിച്ച് കിടന്നു. ഏത് ഷൂട്ടിംഗ് സെറ്റ് ചെയ്യാലും ഏത് പത്രക്കാരെ കണ്ടാലും ചോദിക്കും, ഇതിലാരാ ശാന്തുള്ള ദിനേശ് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പം നല്ല സുഹൃത്താണ്. എൻ്റെ പുറപ്പാട് മുതൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. മോഹൻലാലിൻ്റെ കല്യാണം ആലോചിച്ചാൽ എനിക്കതാണ് ഓർമ്മ വരുന്നത്. ഇനി വേണമെങ്കിൽ രണ്ടും തമാശകൾ പറയാം. തിരുവനന്തപുരത്ത് ഒരു അല്പത്തിനൊന്നും ഞാൻ പറയില്ല, ഈ പുത്തൻ പണമൊക്കെ വന്ന് കയറുമ്പോഴുള്ള ഒരു പൊങ്ങച്ചം കാണിക്കാനായിട്ട് തിരുവനന്തപുരത്ത് ഒരു നടൻ്റെ കല്യാണം നടക്കുക. ആ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട്. കല്യാണം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയന്മാർ കയ്യിൽ വോക്കി ടോക്കി ആയിട്ട് നടക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ വോക്കി ടോക്കിയൊക്കെ കാണുന്നത്. പോലീസുകാരെ കയ്യിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. വാക്കി ടോക്കി കൊണ്ട് ഇവർ തെക്ക് വടക്ക് നടക്കുന്നു. നല്ല ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ടേ വലിയ ആളുകളുടെ മുന്നിൽ ജാട കാണിച്ചിങ്ങനെ തെക്കും വടക്ക് നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അന്നൊരു അതിശയം തോന്നി. ഇതെന്തിനാ ഈ കല്യാണം ഉണ്ടോ ഇതിൽ വാക്കി ടോക്കി? നമ്മൾ വയർലെസ് എന്നാണ് അന്ന് കൊച്ചിലെ പറയണേ, ഇപ്പോൾ വാക്കി ടോക്കി എന്ന് പറയാം. പിന്നെ ഇതൊരു മുകേഷ് കഥയായി മാറി. മുകേഷ് പറഞ്ഞ കഥ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാക്കി ടോക്കിയായിട്ട് നടക്കുന്ന സഹോദരന്മാരിൽ ഒരുത്തൻ എവിടെയെങ്കിലും പോയി നിന്നിട്ട് അവിടെ ഒന്നുണ്ട് അതിലെവിടെയൊക്കെ ഞെക്കിയിട്ട്, ഹലോ, 4ാമത്തെ വരിയിൽ 8ാമതിരിക്കുന്ന അമ്മച്ചിക്ക് പപ്പടം കിട്ടിയിട്ടില്ല, ഓവർ എന്ന് പറയും എന്നാണ് പറയുന്നത്. അടുത്തയാൾ വാക്കി ടോക്കിയായിട്ട് ഇങ്ങനെ നടക്കും. 5ാമത്തെ റോയില്ലേ 7ാമതിരിക്കുന്ന ആ വെള്ള ഷർട്ടിട്ട അപ്പൂപ്പന് വെള്ളം കിട്ടിയിട്ടില്ല, ഓവർ ഇങ്ങനെ പപ്പടം കിട്ടിയിട്ടില്ല, വെള്ളം കിട്ടിയിട്ടില്ല, ഓവർ പായസം കുറഞ്ഞു പോയി, ഓവർ ഇങ്ങനെ ഓവറിൻ്റെ കളിയായിരുന്നു ഒരു കല്യാണം തിരുവനന്തപുരം നടന്നിട്ടുണ്ട്. നമ്മളെന്തിനല്ലേ വെറുതെ വാക്കി ടോക്കി കൊണ്ട് നടന്ന കല്യാണത്തിലെ വരനാരെന്ന് വധുവാരെന്നൊക്കെ എന്തിനു പറയണേ. അങ്ങനത്തെ ഒരു കല്യാണം സിനിമയിലെ പൊങ്ങച്ച കല്യാണം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ പുത്തൻ പണം വന്ന് കയറുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. നനച്ചിരിക്കാതെ താരമൊക്കെയായി വളരുമ്പോൾ ആയിരങ്ങൾ ലക്ഷങ്ങളായി പ്രതിഫലങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടി വരുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നൊരു പൊങ്ങച്ചമാണ്. അല്ലെങ്കിൽ ആലോചിക്കുക, പയ്യൻ്റെ വീട്ടുകാർ വാക്കി ടോക്കി ആയിട്ട് നടക്കുമോ? അങ്ങനെ നടന്ന കല്യാണവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയൊരു കല്യാണം പറയണമെങ്കിൽ ആൻ്റണി ഈസ്റ്റ്മാൻ്റെ കഥ പറയണം. ആൻ്റണി ഈസ്റ്റ്മാനെ നിങ്ങൾക്കറിയാമായിരിക്കും. മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. മമ്മൂട്ടി എഴുതിയ ആദ്യത്തെ പുസ്തകം ചമയങ്ങളില്ലാതെ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആൻ്റണി ഈസ്റ്റ്മാൻ ഒരു പാവമാണ്, സിൻസിയറാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻ്റണി ഈസ്റ്റ്മാനും പറയാറുണ്ട് എപ്പോഴും മമ്മൂട്ടിയെ, അവൻ ഒരു പാവാടാ, നല്ല സിൻസിയറല്ലേ അവൻ, അപമാനിക്കുന്ന പോലെ സംസാരിക്കും, പരിചയക്കാരെ കണ്ടാൽ അപമാനിക്കുന്ന പോലെ സംസാരിക്കും. അപ്പോൾ പലപ്പോഴും ഞാൻ അവൻ്റെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ നാവാണ് നിൻ്റെ ശത്രു എന്ന്. അപ്പോൾ ഈ ആൻ്റണി ചായൻ്റെ ഏറ്റവും വലിയ ഗുണം എല്ലാവരും ഇടാപോടാന്ന് വിളിക്കുന്ന ഒരാളാണ്. ഒരാളെയും എന്താ പറയുക, സ്നേഹം കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്ന ഒരാളാണ്. അദ്ദേഹം തന്നെ എപ്പോഴും പറയുന്നത്, ഞാൻ എപ്പോഴും ജീവിതത്തിൽ സിനിമയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആവാൻ കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഒരാളാണ്. എൻ്റെ പുറത്ത് ചവിട്ടി മുതുകത്ത് ചവിട്ടി പലരും കയറിപ്പോയിട്ടുണ്ട്, അതിലെനിക്ക് നിരാശയില്ല എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. എന്താ പറയുക, ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ തുടങ്ങി. അങ്ങനെയാണ് ആൻ്റണി ഈസ്റ്റ്മാൻ ആയത്. ആഴ്ചയിലൊരു 3 പ്രാവശ്യമെങ്കിലും ഈസ്റ്റ്മാൻ സ്റ്റുഡിയോയുടെ മുന്നിൽ മമ്മൂട്ടി ചെല്ലുമായിരുന്നു. എന്നിട്ട് എന്താ പറയുക, അത് എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമെന്നാണ് അക്കാലത്ത് മമ്മൂട്ടി പറയുമായിരുന്നത്. അപ്പോഴും ആൻ്റണി ഈസ്റ്റ്മാൻ പറയും, സുഹൃത്തുക്കളെ ശത്രുവാക്കുന്നത് നിൻ്റെ നാവാണെന്ന്. അങ്ങനെ ആൻ്റണി ഈസ്റ്റ്മാൻ്റെ ലാംബട്ര സ്കൂട്ടറിൻ്റെ പുറകെ ഇരുന്ന് ഒരുപാട് സിനിമാക്കാരുടെ അടുത്ത് മമ്മൂക്ക പോയിട്ടുണ്ട്. അത്രയും നല്ല ആത്മബന്ധമുള്ളവരായിരുന്നു അവർ. അദ്ദേഹം ഇണയത്തേടി എന്ന് പറഞ്ഞ സിനിമയാണല്ലോ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനിച്ചത്. സിൽക്ക് സ്മിത ആദ്യമായിട്ട് അഭിനയിച്ച പടം. കലാശാല ബാബുവും ജോൺസനെയൊക്കെ ആ പടത്തിലാണ് പരിചയപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് അടുത്ത പടം ചെയ്യണം വയലിൻ്റെ തിരക്കഥാകൃത്ത് ആദ്യമായിട്ട് കലു ഡെന്നിസിനെ തിരക്കഥാകൃത്താക്കിയ പടമാണ്. ആദ്യമായിട്ട് ജോൺ പോളിനെ തിരക്കഥാകൃത്താക്കിയ പടമാണ് ഇണയത്തേടി. 2ാമത്തെ പടത്തിൽ കലു ഡെന്നിസിനെ തിരക്കഥാകൃത്താക്കി. മാതാ ടൂറിസ്റ്റ് ഹോമിലിരുന്ന് അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 2 ചെറുപ്പക്കാർ വന്ന് വാതിൻ്റെ വെളിയിൽ നിൽക്കും.
അപ്പോൾ ആന്റണി ഈസ്റ്റ്മാൻ അവിടെ താമസമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുന്നത് കൃഷ്ണൻ മുന്നാട് എന്ന് പറഞ്ഞാൽ KG ജോർജിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന കൃഷ്ണൻ മുന്നാടി ഏട്ടനും, ഞാൻ സ്നേഹപൂർവ്വം കൃഷേട്ടാന്നാണ് വിളിക്കുന്നത്, കാസർഗോഡുകാരനാണ് കൃഷേട്ടനും, പിന്നെ അസിസ്റ്റൻറ്റുമാരും മാതയിൽ താമസമുണ്ട്. അപ്പോൾ ആന്റണി ഈസ്റ്റ്മാൻ രാവിലെ വരും, വൈകുന്നേരം ഒരു 5-6 മണിയാകുമ്പോൾ തിരിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ, ഇദ്ദേഹം 2-3 ദിവസം വന്നപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത്, നമ്മുടെ വാതിലിൻ്റെ മുന്നിൽ ഈ 2 ചെറുപ്പക്കാർ പതിവായിട്ട് വന്ന് നിൽപ്പുണ്ട്. അദ്ദേഹം കൃഷ്ണൻ മുന്നാടിനോട് ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഇങ്ങനെ എന്നെ കാണാൻ വരുന്നതാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. എന്താ ഇവിടെ? അല്ല, നമ്മുടെ സിനിമയിൽ എന്തെങ്കിലും വേഷം കിട്ടുമെന്ന് ചോദിക്കാൻ വന്നാൽ. നമ്മളെ സിനിമയിൽ വേഷമൊന്നും ഇല്ലയെന്ന് നിങ്ങൾക്കറിയില്ലേ, നമ്മളെല്ലാവരും ഫിക്സ് ചെയ്തില്ലേ, അവർ വരണ്ടെന്ന് പറഞ്ഞിരിക്കോട്ടോ. പക്ഷേ അവർ പിന്നെയും അവിടെ വരും. അങ്ങനെ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷൂട്ടിങ്ങും കഴിഞ്ഞു. അതിൻ്റെ റഷ് കാണാനായിട്ട് മദ്രാസിലേക്ക്, പ്രസാദ് സ്റ്റുഡിയോയിൽ റഷ് കാണാനായിട്ട് മദ്രാസിലേക്ക് പോകാൻ ആന്റണി ഈസ്റ്റ്മാൻ ട്രെയിനിൽ കയറി. ട്രെയിൻ വിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർവശത്തെ സീറ്റിൽ ഈ പയ്യൻ വന്നിരിക്കുന്നു. ആ പയ്യനാണ് പിന്നെ മമ്മൂട്ടിയായി മാറിയത്. കൂടെ പോയതാണ് അൻസാർ കലാഭവൻ. അൻസാർ കലാഭവനാണ് ആദ്യകാലത്ത് ഒരുപാട് അടുത്തുകൊണ്ട് ഈ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മമ്മൂട്ടിയായി. ഇന്ന് അൻസാർ അവിടെ നിൽക്കുന്നു, മമ്മൂട്ടി അവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളെങ്ങോട്ടാ? ഞാൻ മദ്രാസിലേക്ക്. മാതയിൽ എന്നെ സ്ഥിരമായിട്ട് വന്നിരുന്ന ആളല്ലേ? അതെ. മദ്രാസിൽ എന്തു പോകുന്നത്? ഞാൻ KG ജോർജ് സാറിൻ്റെ മേള എന്ന് പറഞ്ഞ പടത്തിലൊരു വേഷം ചെയ്തു. അതിൻ്റെ ബാക്കി കുറച്ച് മദ്രാസിൽ സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് പോവാണ്. ഓ, അത് ശരി. കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞു, ആഹാരം കഴിച്ചു, കിടന്നുറങ്ങി. ട്രെയിൻ മദ്രാസിലെത്തി. ഇറങ്ങാൻ നേരത്ത് ആന്റണി ഈസ്റ്റ്മാൻ ചോദിച്ചു, വണ്ടി വരുമോ? ആ, വരും, എന്നെ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞു. ശരി, ആന്റണി ഈസ്റ്റ്മാൻ പോയി. അപ്പോൾ ആന്റണി ഈസ്റ്റ്മാൻ വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്താ പറയുക, നിശ്ചല ഛായാഗ്രാഹകനായി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പത്രങ്ങളിൽ വന്ന വിവാദമായ ഒരുപാട് രസകരമായ ഫോട്ടോകൾ എടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ കാർട്ടൂണിസ്റ്റ് തോമസ് വിളിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹം നിർമ്മിക്കുന്ന മണിമുഴക്കം എന്ന് പറഞ്ഞ സിനിമയിൽ, ഇടാ ആന്റണി വന്നൊരു 5-6 പടം എടുത്താടാ എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഷൂട്ടിങ്ങാണ്. കാരണം യൂണിറ്റ് ഇല്ല, തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു നല്ല സിനിമ. മണിമുഴക്കം എന്തെല്ലാം അവാർഡുകൾ വാങ്ങി നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മുടെ ശ്രീനിവാസനും ഹരിയും മാത്രമാണ് അതിലുണ്ടായിരുന്നത്. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയായിരുന്നു PA ബക്കറിൻ്റെ മണിമുഴക്കം. അപ്പോൾ പൈസയൊന്നുമില്ല, സിനിമയുടെ സ്ഥിരം മാമൂലുകളൊന്നുമില്ല, യൂണിറ്റില്ല, ക്യാമറയും ഒരു 8-10 ആളുകളേ ഉള്ളൂ, ഇണയത്തേടി എടുത്തതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ സ്റ്റില്ലെടുത്ത് കൊടുത്തു. ആ സ്റ്റില്ലുകൾ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. അത്രയും എന്താ പറയുക, ജീവൻ തുടിക്കുന്ന പടങ്ങളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം നിശ്ചല ഛായാഗ്രാഹകനായി മാറിയത്. അദ്ദേഹം 13 സിനിമകൾക്ക് നിശ്ചല ഛായാഗ്രാഹകനായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹം കഥ എഴുതി. ചില സിനിമകൾക്ക് 9 സിനിമകൾക്ക് കഥ എഴുതി. ഒരു സിനിമ മൃദുല എന്ന് പറഞ്ഞൊരു പടത്തിന് തിരക്കഥ എഴുതി. 6 സിനിമകൾ സംവിധാനം ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ഏതൊക്കെയോ ഇതിലൊക്കെ അഭിനയിച്ചു. സിനിമയുടെ കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, പിന്നെ നിർമ്മാതാവായി, സംവിധായകനായി, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ വിരായിച്ച മനുഷ്യനാണ്. അപ്പോൾ മദ്രാസിൽ ചെന്നപ്പോൾ വലിയ ഹോട്ടലൊന്നും വേണ്ട എന്ന് നമ്മുടെ മാനേജരെ വിളിച്ച് പറഞ്ഞിരുന്നു. അയാൾ ഇവിടെ ഒരു ഇടത്തര ഹോട്ടലിൽ റൂം എടുത്തിരുന്നു. അദ്ദേഹം റൂമിൽ കയറി ഫ്രഷായി ക്രഷ് കാണാൻ പോകാനായിട്ട് പുറത്തിറങ്ങുമ്പോൾ വാതിലിൻ്റെ എതിർവശത്ത് മമ്മൂട്ടി നിൽക്കുന്നു. അന്ന് മുഹമ്മദ് കുട്ടിയാണ്, മമ്മൂട്ടി ആയിട്ടില്ല. മുഹമ്മദ് കുട്ടി അവിടെ നിൽപ്പുണ്ട്. എന്താ താൻ ഇവിടെ? ഞാൻ ഇവിടെയാണ്, എനിക്ക് റൂം പറഞ്ഞിരിക്കുന്നു. ഓ, ഇവിടെയോ? അത് ശരി. ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടോ? അറിയില്ല, റെഡിയായി നിൽക്കാൻ പറഞ്ഞു. ശരി എന്ന് ഇദ്ദേഹം പോയി. ഇദ്ദേഹം പ്രസാദ് സ്റ്റുഡിയോ ചെന്നപ്പോൾ റഷായിട്ടില്ല, അവിടെ ഭയങ്കര തിരക്ക്. അപ്പോൾ നാളെ കാണാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ തന്നെ അദ്ദേഹം റെഡിയായി പുറത്തിറങ്ങുമ്പോൾ മറ്റേ നിൽപ്പുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങിയില്ല, ഇല്ല, സെറ്റ് തീർന്നില്ല. ഓക്കെ, അദ്ദേഹം പോയി. അവിടെ ചെന്നപ്പോൾ അന്നും പ്രിൻ്റായിട്ടില്ല. ഇദ്ദേഹം പ്രസാദിൻ്റെ മുതലാളിയുടെ കയറി ഉടക്കി. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നെഗറ്റീവാണ്, ഞങ്ങൾ വേറൊരു സ്റ്റുഡിയോ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ചെയ്തോളാമെന്ന് പറഞ്ഞ് ഭയങ്കര വിരട്ടി. അന്നിച്ചാൻ പെട്ടെന്ന് ചൂടാവുന്ന ആളാണ്. അപ്പോൾ തന്നെ മുതലാളി വിളിച്ച് പറഞ്ഞു, നാളെ ഇദ്ദേഹത്തിന് സിനിമ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം, റഷ് അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം തിരിച്ചു പോന്നു. അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇറങ്ങുമ്പോൾ ഈ പയ്യനോട് ചോദിച്ചു, മുഹമ്മദ് കുട്ടിയോട് ചോദിച്ചു, ഊണ് കഴിക്കാൻ വരുന്നോ എന്നിട്ട്? ഇല്ല, വാ ഊണ് വാങ്ങിച്ചു തരാം. അപ്പോൾ ഊണിനുള്ള പൈസ ഇല്ലാതെയൊന്നും അല്ല മുഹമ്മദ് കുട്ടി വന്ന് നിൽക്കുന്നത്. എങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി വിളിച്ചോണ്ട് പോയി. താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് ഒരു 2 ഫർലോങ് നടന്നു പോയി ഒരു മലയാളിയുടെ കടയിൽ കയറി ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ മുഹമ്മദ് കുട്ടി പറഞ്ഞു,
താങ്കൾ പറഞ്ഞ് ഇത്രയും ദൂരം നടന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്തിനാണ്. നല്ല ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് അവിടെ പോയി കഴിക്കണത്, അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ ഊണ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുണ്ടാക്കി. പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം പോകാൻ ഇറങ്ങുമ്പോഴും ഈ ചെറുപ്പക്കാരൻ വെളിയിൽ തന്നെ ഉണ്ട്, റൂമിലല്ല, എപ്പോഴും ഈ ഇടനാഴിയിൽ നിൽപ്പുണ്ട്. ഇന്നും ഇല്ല അല്ലേ, ഇന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒന്നും പറയുന്നില്ല അവർ. നീ റഷ് കണ്ടിട്ടുണ്ടോ സിനിമയുടെ? ഇല്ല. ആ ഷൂട്ട് ചെയ്ത ഫിലിം കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് അടിച്ച് ആദ്യം കാണുന്നതിനാണ് റഷ് എന്ന് പറയുന്നത്. അതിലാണ് ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് പോസിറ്റീവ്. അപ്പോൾ റഷ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. അങ്ങനെ PA മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി ആദ്യമായിട്ടൊരു സിനിമയുടെ റഷ് കാണുന്നത് ആൻ്റണി ഈസ്റ്റ്മാൻ്റെ വയൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കായിരുന്നു. ആൻ്റണി ഈസ്റ്റ്മാൻ അവസാന കാലഘട്ടത്തിൽ അവൻ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ അജ്ഞാതവാസത്തെക്കുറിച്ചൊരു മനോഹരമായ നോവൽ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതുപോലെ അദ്ദേഹം 1985 ചെയ്ത അമ്പട ജാനി എന്ന് പറഞ്ഞ പടമാണ് അദ്ദേഹം അവസാനമായിട്ട് സംവിധാനം ചെയ്ത സിനിമ. 2013 സിൽക്ക് സ്മിതയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ക്ലൈമാക്സ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, അതിൻ്റെ കഥാകൃത്ത് പുള്ളിയായിരുന്നു. അപ്പോൾ ആ ബന്ധം, ആ സൗഹൃദം അവിടെ മുതൽ തുടങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഈസ്റ്റ്മാൻ സ്റ്റുഡിയോയിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും മമ്മൂട്ടി ചെന്ന് നിൽക്കുകയും അദ്ദേഹത്തെ ഒരുപാട് സിനിമാക്കാരുടെ അടുത്തുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തത് ആൻ്റണി ഈസ്റ്റ്മാനായിരുന്നു. 1975 ആൻ്റണി ഈസ്റ്റ്മാൻ സ്റ്റുഡിയോ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണിമുഴക്കം അടക്കം ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റുഡിയോ കല്ലൂരിലേക്ക് മാറ്റി, കല്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ മേളിലത്തെ നിലയിൽ. അത് ഉദ്ഘാടനം ചെയ്തത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ സോമൻ, ജയഭാരതി, ശങ്കരാടി, പത്മരാജൻ, ജേസി സാറ്, KG ജോർജ് തുടങ്ങിയവരെല്ലാം ചേർന്നാണ്, കാർട്ടൂണിസ്റ്റ് യേശുദാസ്, ഇവരെല്ലാം കൂടെ ചേർന്നാണ് ആ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹം മണിമുഴക്കം എന്ന് പറഞ്ഞ പടത്തിലെ സിൽവർ ഫോട്ടോഗ്രാഫറായിരുന്നു. KG ജോർജിൻ്റെ ഓണപ്പുടവയുടെ സിൽവോഗ്രാഫറായിരുന്നു. ജേസി സാറിൻ്റെ വീടൊരു സ്വർഗം, IV ശശിയുടെ ഈ മനോഹര തീരം, ഇതൊക്കെ ചെയ്തപ്പോൾ പിന്നെ നിക്കക്കള്ളി ഇല്ലാത്തത്ര തിരക്ക് അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ നിശ്ചല ഛായാഗ്രഹണം മടുത്തു. അവിടെ നിന്നാണ് അദ്ദേഹം കളം മാറ്റി ചവിട്ടിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഥാകൃത്തായിട്ടും തിരക്കഥാകൃത്തായിട്ടും സംവിധായകനായിട്ടും നിർമ്മാതാവുമായിട്ടൊക്കെ അദ്ദേഹം മാറിയത്. ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് പറ്റിയ ഒരു ജീവിതത്തിൽ പറ്റിയ, എന്നോട് വളരെ ഹൃദയവേദനയോട് അദ്ദേഹം പറഞ്ഞ ഒരു എന്താ പറയുക കല്യാണക്കഥ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആൻ്റണി ഈസ്റ്റ്മാനെക്കുറിച്ച് പറഞ്ഞത്. ആൻ്റണി ഈസ്റ്റ്മാന് മലയാള സിനിമയിലെ ഒരു പ്രശസ്തനായ താരത്തിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ക്ഷണക്കത്ത് കിട്ടി. അപ്പോൾ അദ്ദേഹം വീട്ടുകാരുമായിട്ട് എന്തോ ഒരു ചെറിയ സൗന്ദര്യ പിണക്കത്തിൽ കുറച്ചു കാലം അദ്ദേഹം ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ അതൊക്കെ മാറി. അദ്ദേഹത്തിൻ്റെ മകൻ വലിയ 4000-5000 സ്ക്വയർ ഫീറ്റുള്ള വലിയ കൊട്ടാരം പോലത്തെ വീടൊക്കെ വെച്ചപ്പോൾ മകൻ അച്ഛനെ വിളിച്ചുകൊണ്ട് ഈ ഹോട്ടലിൽ താമസിക്കേണ്ട അച്ഛൻ നമ്മളോട് വാന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ല പോട്ടെ നമ്മൾ വിളിച്ചുകൊണ്ട് പോയി. അവസാന കാലഘട്ടം അദ്ദേഹം അവിടെയാണ് സുഖമായിട്ട് ജീവിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ തേടി ഒരു സൂപ്പർ താരത്തിൻ്റെ മകളുടെ കല്യാണ ലെറ്റർ വന്നു. കല്യാണ ലെറ്റർ വന്നപ്പോൾ അദ്ദേഹം വാങ്ങിച്ചവിടെ ഇട്ടു. ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണാൻ ഹോട്ടലിൽ വരും. അതിലൊരാൾ മലപ്പുറത്തുള്ളൊരു ഡോക്ടറാണ്, ഒരു മുസ്ലിം നാമധാരിയായ ഒരു ഡോക്ടർ. ആൻ്റണി ഈസ്റ്റ്മാൻ്റെ വലിയ സുഹൃത്താണ്. യാദൃച്ഛ്യമായിട്ട് ഒരു ദിവസം അദ്ദേഹം ആൻ്റണി ഈസ്റ്റ്മാനെ കാണാൻ ഹോട്ടൽ മുറിയിൽ വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കട്ടിലിൽ ഒരു വലിയ താരത്തിൻ്റെ മകളുടെ കല്യാണ ലെറ്റർ കിടക്കുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ ഇത്രയും അടുപ്പമുണ്ടോ? എന്തടുപ്പം? എൻ്റെ ലാംബട്ര സ്കൂളിൻ്റെ പുറകിരുന്നില്ലേ അവൻ ചാൻസ് ചോദിച്ച് ഒരുപാടത്തൊക്കെ പോയെന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ കഥകളൊക്കെ പറഞ്ഞു. ഒരുപാട് പേരെ സഹായിച്ച മനസ്സുള്ള ആളാണ് അദ്ദേഹം, ഒരുപാട് പേരെ. എന്നാൽ സഹായിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ഇപ്പോൾ മാറ്റ്യ ആദ്യമായിട്ട് നടത്തിയ സംഗീത സംഗമം, മലയാള സിനിമയുടെ ഒരു പരിച്ഛേദം എന്ന് പറയും, എല്ലാവരും പങ്കെടുക്കുന്ന സംഗീത സംഗമമാണ്. അതിൽ പാടേണ്ട പ്രധാന പാട്ടുകാരൻ യേശുദാസാണ്. പക്ഷേ അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല. സംഗീത സംഗമം ആകെ ചള കുളമാകുമല്ലോ എന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് നടക്കുക. എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ആൻ്റണി ഈസ്റ്റ്മാൻ പൊട്ടിത്തെറിച്ചു, ചാടി എണീറ്റിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാൻ? യേശുദാസ് വന്നില്ലെങ്കിൽ മലയാള സിനിമയിലെ പാട്ടുകളുടെ ഗാനമേള നടക്കില്ലേ? നിങ്ങൾ ആരെ പേടിക്കണേ? മാറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് കുറേ അങ്ങോട്ട് ഡൈസിലിരുന്ന ആൾക്കാരോട് കയറി വിരട്ടി പുള്ളി പറഞ്ഞു, അയാളില്ലെങ്കിൽ അവനില്ലെങ്കിൽ അവൻ വേണ്ടെന്നേ, അവൻ ഇല്ലാതെ നമ്മൾ ഗാനമേള നടത്തി തെളിയിക്കണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം,
ഈ സംഗീത സംഗമം കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരൊറ്റ പാട്ട് ഇയാളെ കൊണ്ട് പാടിക്കരുത്. അതിനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു ആൻ്റണി ഈശ്വരൻ പൊട്ടിത്തെറിച്ചു. കേട്ടവരൊക്കെ ഞെട്ടി, ആരും മറുപടി പറഞ്ഞില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ആൻ്റണി ഈശ്വരൻ പറയുമ്പോൾ വെട്ടൊന്നും മുറിരണ്ടെന്നും പിന്നെ കളയാൻ പറ്റുമോ യേശുദാസിനെ? അദ്ദേഹത്തിൻ്റെ പാട്ടില്ലാത്ത സിനിമ ഇറക്കാൻ പറ്റുമോ? പക്ഷേ ആൻ്റണി ഈശ്വരൻ തരുമ്പ് പോലും തോക്കാൻ തയ്യാറില്ലായിരുന്നു. നമ്മൾ നടത്തുന്നതാണ്, നമ്മളല്ലേ ഇവനെയൊക്കെ ഉണ്ടാക്കണേ. നമ്മൾ വേറെ ആണുങ്ങളെ വെച്ച് പാടിക്കുന്നു. ഈ ഒരൊറ്റ ആൾ വേണ്ടാന്നേ, എല്ലാവരും ചർച്ച ചെയ്യട്ടെ, അയാളില്ലെങ്കിലും ഗാനമേള നടക്കുമെന്ന്. ഭയങ്കര പ്രശ്നമായി. ഇതാരോ വിളിച്ച് അമേരിക്കയിൽ യേശുദാസിനോട് പറഞ്ഞു. ആൻ്റണി ഈശ്വരൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു. താങ്കൾ ഇല്ലാതെ ഗാനമേള നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇനി മലയാള സിനിമയിൽ മാറ്റ മെമ്പർമാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയിലും ഇയാളുടെ പാട്ട് വയ്ക്കരുതെന്ന് പറഞ്ഞേക്കാണെന്ന് പറഞ്ഞു. സംഗീത സംഗമം തുടങ്ങുന്നതിന് 3 ദിവസം 4 ദിവസം മുമ്പ് യേശുദാസ് ആരുടെയും പറയാതെ അമേരിക്കയിൽ നിന്ന് കൊച്ചിയിലെത്തി. അതേ റിഹേഴ്സലിൽ പങ്കെടുത്തു. ഇതൊക്കെ അറിഞ്ഞ ഭാവം പോലും കാണിക്കാതെ അദ്ദേഹം മനോഹരമായി ഗാനമേളയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതാണ് ആൻ്റണി ഈശ്വരൻ. അപ്പോൾ ആൻ്റണി ഈശ്വരൻ പറഞ്ഞാൽ എന്താ, എൻ്റെ അടുത്ത സുഹൃത്താണ്, അതുകൊണ്ടാണല്ലോ അവൻ ഈ കത്ത് കൊടുത്തയച്ചത്. അയാൾ ചോദിച്ചു, ഈ കത്ത് ഞാൻ എടുത്തോട്ടെ? ഞാൻ നേരത്തെ സുരേഷ് ഗോപിയുടെ അവിടെ പോയി വിളിക്കാത്തടത്ത് പോയി ഉണ്ട കഥ പറഞ്ഞ പോലെയാണ്. ഈ ഡോക്ടർ അങ്ങനെ എടുക്കാൻ പാടില്ലായിരുന്നു, ആരാധന മൂത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ താരത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോയി എന്ന് പറയാമല്ലോ. അപ്പോൾ കത്ത് എടുത്തോ എന്ന് പറഞ്ഞു. കത്തെടുത്തിട്ട് കുറച്ച് നേരം കൂടെ സംസാരിച്ചിട്ട് ചോദിച്ചു, കല്യാണത്തിന് പോകണില്ലേ? ഞാൻ പോകണില്ല. അതെന്താ? ഇവിടുന്ന് കല്യാണ മണ്ഡപം വരെ പോകണമെങ്കിൽ 400 രൂപയാവും ആട്ടോയ്ക്ക് പോകണമെങ്കിൽ. എനിക്ക് കാറില്ലല്ലോ. ആട്ടോ പിടിച്ചൊന്ന് 400 രൂപയും ചിലക്ക് പോകാനുള്ള അവസ്ഥ എനിക്കിപ്പോൾ ഇല്ലയെന്ന് മാത്രമല്ല, അങ്ങനെ പോകേണ്ട കാര്യവുമില്ല, ഞാൻ പോകുന്നില്ല. ഡോക്ടർ മലപ്പുറത്തേക്ക് പോയി. മലപ്പുറത്ത് പോയിട്ട് അയാൾക്ക് ഇരിക്കപ്പുറത്ത് വരുന്നില്ല. അയാൾ രാത്രി വിളിച്ച് ചോദിച്ചു, ഞാൻ കാറുമായിട്ട് വന്നാലേ താങ്കൾ കല്യാണത്തിന് പോകുമോ? ഇയാൾ കാറുമായിട്ട് വന്നാൽ ഞാൻ പോകും, എനിക്ക് കാറുണ്ടല്ലോ, പോവാം. അങ്ങനെയാണെങ്കിലേ എന്നെ കൂടെ കല്യാണത്തിനുണ്ടോ? പിന്നെന്ത്, താൻ കാറും കൊണ്ട് വരണമെങ്കിൽ തന്നെ ഞാൻ കല്യാണത്തിനുണ്ടോ? അതിനെന്താ, എൻ്റെ സുഹൃത്തല്ലേ, പോവാം. അങ്ങനെ കല്യാണ ദിവസം ഈ ഡോക്ടർ കാറുമായിട്ട് വന്നു. വില കൂടിയൊരു കാർ. അതിൽ ആൻ്റണി ഈശ്വരനുമായിട്ട് എറണാകുളം വിട്ട് ഇത്തിരി ദൂരെയാണ് കല്യാണം. അവിടെ പോയി കല്യാണത്തിൽ അവിടെ ചെല്ലുമ്പോൾ പൂരപ്പറമ്പ് പോലെ ആയിരക്കണക്കിന് കാറും ആൾക്കാരും പോലീസും ബഹളവും ഒറ്റ കിടക്കുകയാണ്. കാറൊക്കെ ഒതുക്കിയിട്ടിട്ട് രണ്ടുപേരും കൂടെ നടന്ന് ചെല്ലുമ്പോൾ വിവാഹം നടക്കുന്ന കുട്ടിയുടെ അച്ഛൻ, ഈ താരം, വെളിയിൽ ആളുകളെ റിസീവ് ചെയ്യാൻ നിൽപ്പുണ്ട്. അന്വേഷിച്ചു, വരൂ, അന്യ വരും വന്നു, കെട്ടിപ്പിടിച്ചു, ഷേക്കൻഡ് കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കയറിയിരിക്കും. അദ്ദേഹം കയറിയിരിക്കുമ്പോൾ കൂടെ ഈ ഡോക്ടറും കൂടെ കയറിപ്പോയി. കയറിപ്പോയപ്പോൾ ഒരു മടിയുമില്ലാതെ ഈ താരം വിളിച്ചു, ഹലോ നീ വന്നേ. അല്ലെങ്കിൽ അടുത്ത് വന്നു, നിങ്ങളെ ഞാൻ കല്യാണം വിളിച്ചോ? ഇല്ല. പിന്നെ എന്തിനാ ഈ കല്യാണത്തിന് വന്നേ? ഞാൻ ആൻ്റണിയുടെ സുഹൃത്താണ്, ആൻ്റണിക്ക് കാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാറും കൊണ്ടുവന്നാണ്. കൊണ്ടുവന്നാണെങ്കിൽ നിങ്ങൾ കാറിലിരിക്കണം, അത് മോശമല്ലേ നിങ്ങളിങ്ങനെ വിളിക്കാത്ത കല്യാണത്തിന് കയറിപ്പോൾ? അത് ശരിയല്ല കേട്ടോ, പിക്കുള്ളൂ. ഒരു ഡോക്ടറാണ്, ആലോചിക്കും, മലപ്പുറത്തുനിന്ന് ആരാധന മുത്ത് വന്നതാണ്. അയാൾ ചമ്മി വിളറി തിരിച്ചു കടന്നു. അകത്തോട്ട് പോയ ആൻ്റണി ഈശ്വരൻ നോക്കുമ്പോൾ കൂടെ വന്ന ഡോക്ടർ അങ്ങോട്ട് അടക്കണം. ഏയ് എന്ന് വിളിച്ചിട്ട് ആൻ്റണി ഈശ്വരൻ പുറകെ വന്ന്, നീ എന്താ തിരിച്ചു പോകണേ എന്നിട്ട്? അത് എന്നോട് അയാൾ പറഞ്ഞു, എന്നെ വിളിക്കാത്ത കല്യാണത്തിന് എന്തിനാ വന്നത്, കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പറഞ്ഞു. അത് ശരി. ആൻ്റണി ഈശ്വരൻ അവിടെ വന്നുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ താരം അവിടെ ജാടപ്പകട്ടിൽ നിൽപ്പുണ്ട്, വിവരദോഷി എന്ന് പറയാം. അത് ശരി, വാ പോവാം. അവർ രണ്ടും കൂടെ കാറിൽ കയറി തിരിച്ചു പോയി. കല്യാണത്തിന് അറ്റൻഡ് ചെയ്തില്ല. ഞാൻ കേൾക്കട്ടെ, ഈ താരത്തിൻ്റെ മകളുടെ കല്യാണം ഒരു മലപ്പുറത്തുകാരനായ ഒരു വലിയ ആരാധകനായ ഒരു ഡോക്ടർ കണ്ടാൽ എന്താ നഷ്ടം? ആൻ്റണി ഈശ്വരൻ കഴിക്കുമെന്ന് എനിക്കുണ്ട്, ചിലപ്പോൾ കഴിക്കുമായിരിക്കും. കഴിച്ചാൽ ഒരു പ്ലേറ്റ് ഭക്ഷണം കഴിച്ചാൽ എത്ര രൂപയാവും? അങ്ങേറ്റവും പോലും 1000 രൂപ വെച്ചുള്ളൂ. അന്ന് കല്യാണം നടക്കുന്ന കാലത്ത് 500 രൂപയൊക്കെ ആവുള്ളൂ. 500 രൂപയ്ക്കുള്ളൊരു ഭക്ഷണം വിളിക്കാത്തൊരു ഡോക്ടർ വന്ന് കഴിച്ചാൽ എന്തെങ്കിലും നഷ്ടം വരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പക്ഷേ മരിക്കുന്നതുവരെയും ആൻ്റണി ഈശ്വരൻ എന്നോട് പറയുമായിരുന്നു, എടാ അവനെ ഒന്ന് സുഹൃത്തായിട്ട് കൂട്ടാൻ കൊള്ളൂലടാ, അല്പൻ. അവൻ്റെയൊക്കെ ഒരു ജാടയും പത്രാസും. എൻ്റെ സ്കൂട്ടറിൻ്റെ പുറകെ ഇരുന്ന് തഴമ്പ് വന്നവനാ. പോട്ടെ വിട്, നമുക്ക് അടുത്ത കാര്യം പറയാം. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അവനെ പറയടാ അടുത്ത കഥ പറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത കല്യാണ കഥ പറയാൻ പറഞ്ഞാൽ, കല്യാണ ഉണ്ണി എന്ന് പറഞ്ഞ് ജഗദീഷ് കുമാർ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ ഇവിടെ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് ഒരുപാട് കല്യാണ മണ്ഡപങ്ങളുണ്ടല്ലോ.
അവിടെ സ്ഥിരമായി പോയി കല്യാണത്തിന് ഉണ്ണുന്ന കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു, കോളേജ് വിദ്യാർത്ഥികൾ. അവർ ഉച്ചയാകുമ്പോൾ പോയി മൃഷ്ടാന്നം സദ്യ കൊണ്ടിട്ട് പോകും. പല കല്യാണങ്ങളിലും ഭർത്തൃ വീട്ടുകാർക്കോ ഭാര്യ വീട്ടുകാർക്കോ അറിയാം ഇത് നമ്മൾ വിളിച്ച ആളല്ല. അതെന്നാലും ആരും തടയാറില്ല. അവർ കയറി ഒരു വെയിറ്റ് കയറി ഊണുണ്ടിട്ട് പോയി എത്ര നഷ്ടം വരാൻ, വാരി കളയുന്നതിൻ്റെ ഒരു പങ്കല്ലേ ആവുന്നുള്ളൂ. അങ്ങനെ കല്യാണ ഉണ്ണികളായ ആൾക്കാരുണ്ട്. അതുപോലെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരാളുണ്ട്. അദ്ദേഹത്തിനെ കല്യാണം വിളിച്ചാൽ അദ്ദേഹം രാവിലെ തന്നെ കല്യാണത്തിനകത്ത് ഒരു കാലം കൂടെയായിട്ട് അത് ഫ്രണ്ട് റോയിലിരിക്കും. ഇരുന്ന് എല്ലാവർക്കും കൈയൊക്കെ കൊടുത്തിരിക്കുമ്പോൾ ആദ്യത്തെ സമയം തെറ്റിയുള്ള ഊണ് വിളമ്പിന്ന് വെച്ചുള്ളൂ. ഇപ്പോൾ കല്യാണം 12 മണിക്കാണെങ്കിൽ 10:30-11 മണിയാകുമ്പോൾ വിളമ്പുമല്ലോ. അദ്ദേഹം 11 മണിക്കുള്ള ആദ്യ സദ്യ കൊണ്ടിട്ട് അടുത്ത ബസ്സിൽ കയറി വീട്ടിൽ പോകും. ഇന്ന് വരെ അദ്ദേഹം ഒരു കല്യാണവും കണ്ടിട്ടില്ല. ഉണ്ണാൻ വേണ്ടി മാത്രം, കല്യാണം ഉണ്ണിയായിട്ട് മാത്രം വരുന്ന ഒരാളാണ്. അങ്ങനെ വിചിത്രമായ ഒരുപാട് മനുഷ്യരുണ്ട്. അടുത്ത് ഞാൻ പറയുന്ന കഥ ഫഹദ് ഫാസിലിൻ്റെ കല്യാണമാണ്. ഫഹദ് ഫാസിൽ കല്യാണം കഴിച്ച നസ്രിയ തിരുവനന്തപുരത്ത് തിരുവല്ലത്തുള്ള ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ് പഠിച്ചത് +2 വരെ. അപ്പോൾ നസ്രിയയുടെ ക്ലാസ്സിലാണ് എൻ്റെ മകൻ ഭരചന്ദ്രനും ജഗദീഷ് കുമാറിൻ്റെ 2ാം ഭാര്യയിലെ മകൾ ശ്രീലക്ഷ്മിയും പഠിക്കുന്നത്. അപ്പോൾ എന്നെ ഒന്ന് കൂടെ ഓരോ കഥ പറയും. ഇന്ന് ജഗതി അങ്കിൾ വന്നിരുന്നു, അവിടെ പ്രിൻസിപ്പളിനെ കണ്ടെന്തോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോയി, വാർഷികത്തിന് ജഗതി അങ്കിൾ ഒന്ന് പ്രസംഗിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ നസ്രിയ ഒരു സിനിമയിൽ അഭിനയിക്കാൻ, ബാലതാരമായിട്ട് അഭിനയിക്കാൻ പോയിരിക്കുന്നു, നസ്രിയ ഒരു നായികയായി ഒരു പടത്തിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ചു വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അച്ചു പറയുന്നു, നസ്രിയയുടെ കല്യാണമാണ്, എൻ്റെ കൂടെ പഠിച്ച നസ്രിയയുടെ കല്യാണമാണ്, കല്യാണം കഴിക്കുന്നത് ഫാസിൽ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ മകനാണ്, ഫഹദ് ഫാസിൽ. ഞാൻ ആയിക്കോട്ടെ. അപ്പോൾ ഫാസിൽ പാച്ചിക്കാന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിനൊക്കെ അദ്ദേഹം ക്ഷണിക്കുകയും GS വിജയൻ അടക്കമുള്ള തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നവർ ഒരു വണ്ടി പിടിച്ചിട്ട് അവരുടെ വണ്ടിയിൽ ഞാൻ ആലപ്പുഴ പോവുകയൊക്കെ ചെയ്തിട്ടുള്ള മണിക്കൂർ കണക്കടയൊക്കെ നിന്നില്ല. അന്നൊന്നും നമ്മൾ ഈ ഫഹദ് ഫാസിൽ ഒരു താരമാവുമെന്ന് വിചാരിച്ച ആളല്ലോ, ഒരു ഷൈ ആയ ഒരു പാവം പയ്യൻ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കാണാം. സിനിമാക്കാരുടെയൊക്കെ ഒരു ആരാധനയോടെ എല്ലാവരും നോക്കി നടക്കുന്ന പയ്യൻ ഇങ്ങനെ മലയാളത്തിലൊരു എന്താ പറയുക അതിശയിപ്പിക്കുന്ന അഭിനയ പ്രതിഭയായി മാറുമെന്ന് ഞാൻ സ്വപ്നം കണ്ടല്ല. അങ്ങനെ അതിശയിപ്പിക്കുന്ന ഒരു നടനായി മാറും ഈ പയ്യനെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ജോഷി സാറിൻ്റെ മകൾ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽപ്പുണ്ട്. ആരാലും ശ്രദ്ധിക്കാതെ ഈ പയ്യൻ അവിടെ ഒരു മരത്തിൻ്റെ അവിടെ നിൽപ്പുണ്ട്. എന്നെ നോക്കി ഒരു വിടർന്ന് ചിരിച്ചു. എങ്ങനെ പരിചയമെന്ന് എനിക്കറിയില്ല, ഞാനും ചിരിച്ചു. പക്ഷേ അന്നൊരു കമ്പനി കൂടാമായിരുന്നു എന്ന് പിന്നെ തോന്നി. കാരണം അവൻ ആരുമാകാതെ നിൽക്കുന്ന കാലത്ത് നമ്മൾ കമ്പനി അടിച്ചിരുന്നു നോക്കി, ഞാൻ ഇന്നയാളാണ്, നിങ്ങളെന്തെങ്കിലും രക്ഷപ്പെടുമ്പോൾ എനിക്കൊരു ഡേറ്റ് തരണം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ എനിക്ക് ഫഹദിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയത്. എനിക്ക് അത്രയും ഇഷ്ടമാണ് ആ നടനെ. പക്ഷേ ഫഹദ് ഫാസിലിൻ്റെ കല്യാണം വന്നപ്പോൾ പാച്ചിക അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണത്തിന് വിളിച്ച് ആരെയും കണ്ണടച്ച് വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം അത് ഫഹദ് ഫാസിൽ തീരുമാനിക്കും ആര് എൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന്. അച്ഛൻ്റെ റോൾ കുറവാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് എന്നെ വിളിച്ചില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ഒരുപാട് പേരെ കട്ട് ചെയ്ത് കളഞ്ഞു. അവരെ വേണ്ട ഇവർ വേണ്ട എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്ത് പോയ കൂട്ടത്തിൽ ഞാനും അങ്ങ് പോയി പോട്ടെ. അപ്പോൾ 12ാം ക്ലാസ് വരെ അച്ചുവിൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ് നസ്രിയെങ്കിലും നസ്രിയ ക്ലാസ്സിൽ എന്താ പറയുക അച്ചു അടക്കമുള്ള ആരെയും കല്യാണം വിളിച്ചില്ല. അപ്പോൾ അച്ചു എൻ്റെ പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഞങ്ങളാരും വിളിച്ചില്ല, അവർ വലിയ താരമൊക്കെ ആയില്ലേ, അപ്പോൾ നമ്മളെയൊക്കെ മറന്നു കാണും എന്നാണ് അച്ചു പറഞ്ഞത്. അച്ചു പിന്നെ ഇതൊന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കില്ല. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം അച്ചു എന്നെ പറഞ്ഞു, ഞാൻ ഇവിടെ പോയിട്ട് വന്നപ്പോൾ എന്നെ പറഞ്ഞു, അച്ഛാ ഒരു ഉപകാരം ചെയ്യുമോ? ഞാൻ എന്തേ? എൻ്റെ ഒരു 6-7 കൂട്ടുകാരൊക്കെ നസ്രിയയുടെ കല്യാണം കാണണം. ഞാൻ പറഞ്ഞു അവരെ വിളിച്ചെങ്കിൽ പോകാൻ പറ. വിളിച്ചില്ല, അതല്ലേ പ്രശ്നം. പിന്നെ അച്ഛൻ ഫാസിലിൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 കല്യാണ ലെറ്റർ വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് ചോദിക്കണേ. ഫാസിലിൻ്റെ നസ്രിയ കൊടുത്തില്ലല്ലോ, അപ്പോൾ ഫഹദ് ക്ഷണിച്ചതായിട്ട് പോകാമല്ലോ, ഒരു 10 കത്ത്. ഞാൻ പറഞ്ഞു അയ്യോ മോനെ, ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്ന ആളല്ല എന്ന് നിനക്കറിയില്ല. അത് ഞാൻ പറഞ്ഞു, പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല. അച്ഛൻ വിചാരിച്ചാൽ നടക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുകയില്ല, അങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന കത്തുമായി കല്യാണത്തിന് പോകുന്നത് ശരിയല്ല എന്ന് നീ പറ. അവർ പോയില്ല. അപ്പോൾ ഈ ഗുരുവായൂർ വന്ന് സുരേഷ് ഗോപിയും മോഹൻലാലിനെയും മമ്മൂട്ടിയും ദിലീപിനെയൊക്കെ കാണാൻ ആളുകൾ ഇടിച്ച് കയറുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ നസ്രിയയുടെ കല്യാണമാണ് ഓർമ്മ വന്നത്. ആളുകൾക്ക് അതൊക്കെ ഒരു ഇഷ്ടമാണ്. നമ്മളുടെ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള വലിയ താരങ്ങളെയൊക്കെ നേരിട്ട് ലൈവായി കാണാൻ, ജീവനോടെ കാണാമെന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാൻ നാണമൊന്നും നോക്കില്ല, വിളിച്ചില്ലല്ലോ ഒന്നും നോക്കില്ല, ചെല്ലും. അങ്ങനെ വരുന്നവരെ പരമാവധി ഇൻസൾട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ സ്റ്റോറി അവസാനിപ്പിക്കുന്ന വേറൊരു കഥ കൂടെ പറഞ്ഞാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഒരു ദിവസം തന്നെ 3 സിനിമകളുടെ സെറ്റുകളിൽ മാറി അഭിനയിച്ചുകൊണ്ടിരുന്ന പ്രേം നസീർ. അദ്ദേഹം ഏതോ സെറ്റിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസിൻ്റെ 3 പെണ്ണും 1 ആണുമാണല്ലോ, ആൺകുട്ടിയുടെ കല്യാണം തിരുവനന്തപുരത്ത് സുബ്രഹ്മണ്യ ഹാളിൽ. കല്യാണത്തിൻ്റെ തലേദിവസമായിട്ടാണ് അദ്ദേഹം ഷൂട്ട് സെറ്റിൽ നിന്ന് വരുന്നത്.
മലയാള സിനിമയിലെ മുഴുവൻ പേരെയും വിളിച്ചിട്ടുണ്ട് മകൻ്റെ കല്യാണം. തിരുവനന്തപുരത്തും കൂടിയല്ലേ, എല്ലാവരും, ദുഃഖൃഷി മാമനടക്കം മലയാള സിനിമയിലെ എല്ലാവരും ഉണ്ട്. ജയൻ, മധുസാറ്, സോമൻ, സുകുമാരൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. മീനാമ്മച്ചി, ഫിലോമിന, എനിക്ക് ഓർത്തോർത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും ഉണ്ട്. തിങ്ങി നിറഞ്ഞ ജനാവലിയുടെ നടുവിലായിരുന്നു ഷാനവാസിൻ്റെ കല്യാണം. ഒരു വശത്ത് ബിരിയാണി ഇങ്ങനെ കൊടുത്ത് തള്ളുകയാണ്, ഇവിടെയാണെങ്കിൽ ജനക്കൂട്ടു. എല്ലാവരുടെ മുന്നിലും സുസ്മേരവതനായി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നസീർ സാർ അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ ഒരാൾ ചെന്ന് നസീർ സാറിനോടൊരു മോശം വാർത്ത പറഞ്ഞു. നമ്മുടെ കല്യാണത്തിന് വരുന്ന നമ്മൾ ക്ഷണിച്ചവർക്ക് ആഹാരം തികയാതെ പോകാൻ സാധ്യതയുണ്ട്. ആഹാരം തികയാതെ പോകാൻ എന്തു പറ്റി? അല്ല, ഇവിടെ ഈ സുബ്രഹ്മണ്യ ഹാളിനടുത്തുള്ള ചില ചേരി പ്രദേശങ്ങളിൽ നിന്ന് താങ്കളോടുള്ള ആരാധന കൊണ്ടായിരിക്കാം ഒരുപാട് ചെറുപ്പക്കാർ കയറി ബിരിയാണി കഴിച്ചു. ഒരുപാട് പേര് കഴിച്ചോ? എത്ര പേര് വരും? എന്നാലും ഏറ്റവും ചുരുങ്ങിയ ഒരു 10-200 പേരെങ്കിലും കഴിച്ചു കാണും. അത്രയല്ലേ ഉള്ളൂ, സാരമില്ല, അത് കാര്യമാക്കണ്ട. അപ്പോൾ ഈ വന്ന് കാര്യം പറഞ്ഞോ അതിശയപ്പെടുകയാണ്, കാര്യമാക്കേണ്ടെന്നാണ് നസീർ സാർ പറയണേ. നസീർ സാർ പറഞ്ഞ മറുപടി, ഈ ശരീരം എന്ന് പറയുന്നത് മലയാളി പ്രേക്ഷകൻ എനിക്ക് തന്നതാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇത്രയും ആരാധനയോടെ എന്നെ ആൾക്കാർ കാണുന്നുവെങ്കിൽ അത് മലയാള സിനിമയിൽ എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ എനിക്ക് തന്ന റെക്കോർഡാണ്. ആ പ്രേക്ഷകരെ ഞാൻ മറക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നമ്മൾ കല്യാണം വിളിച്ചിരിക്കുന്നവരുടെ എണ്ണം പ്ലസ് അഡീഷണലായിട്ട് ഞാനൊരു 1000 ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, 1000 ബിരിയാണി അഡീഷണൽ പറഞ്ഞ ആളാണ് നസീർ സാർ. അദ്ദേഹത്തിനറിയാം, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന തിരുവനന്തപുരത്തുകാരോ അല്ലെങ്കിൽ ചിറയൻകീഴൊക്കെ അന്ന് വീടുകളിൽ കയറി ആരെങ്കിലും മോഷ്ടിച്ചിരുന്നെങ്കിൽ പോലും ആരും അറിയില്ല എന്നാണ് പറയുന്നത്. കാരണം ചിറയൻകീഴിലെ ഒറ്റ വീട്ടിൽ ആളില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും കല്യാണത്തിന് വന്നു തിരുവനന്തപുരത്ത്. അത് മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ്, ആരാധന കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തത്, നമ്മളിപ്പോൾ 5000 പേരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം 6000 പേർക്ക് ബിരിയാണി പറഞ്ഞു. കാരണം ഇതുപോലെ വിളിക്കാതെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടാവണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു പേടിയും വേണ്ട നിങ്ങൾക്ക്, ഒരാളെയും ആഹാരം കഴിക്കാനിരിക്കുന്നിടത്തുനിന്ന് എണീപ്പിച്ച് വിടരുത്, വാതിലിൻ്റെ മുന്നിൽ നിന്ന് ഒരാളെയും തടയരുത്, ആര് വേണോ കയറി കഴിക്കട്ടെ, ഞാൻ അഡീഷണൽ 1000 പേർക്കുള്ള ഫുഡ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രേം നസീർ ജീവിച്ച മലയാള സിനിമയിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കഥകളൊക്കെ നടന്നത് എന്ന് പറയുമ്പോൾ ആ അനശ്വര നടൻ എത്ര വിശാലമായാണ് തൻ്റെ പ്രേക്ഷകരെ കണ്ടിരുന്നത്, തൻ്റെ സമൂഹത്തെ കണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? പിന്നെ ആരാ പറയുമ്പോൾ എല്ലാവർക്കും പ്രേം നസീർ ആവാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. എന്തായാലും കല്യാണ ഉണ്ണികളുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ഇനിയിപ്പോൾ അടുത്തടുത്ത് എന്തൊക്കെയോ ഒരുപാട് കല്യാണങ്ങൾ വരുന്നുണ്ട് തിരുവനന്തപുരത്ത്. നമ്മളെ നടൻ ബൈജു, എന്നും ചെറുപ്പം കാത്ത് സൂക്ഷിക്കുന്ന ബൈജുവിൻ്റെ മകളുടെ കല്യാണമാണെന്ന് ഒരാൾ ഇന്നലെ പറഞ്ഞു എന്നോട്. ഈ വരുന്ന മാസം എന്തോ ആണ്. അതുപോലെ ആരുടെയൊക്കെയോ നിശ്ചയങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഒരുപാട് വിവാഹങ്ങൾ വരുന്നുണ്ട്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, വിശപ്പ് കൊണ്ടല്ല, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടി ആരെങ്കിലും വിളിക്കാത്ത കല്യാണത്തിന് വന്നിട്ട് ഞാൻ ആരാധിക്കുന്ന നടൻ്റെ അല്ലെങ്കിൽ നടിയുടെ കല്യാണമല്ലേ എന്ന് വിചാരിച്ച് വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ദയവ് ചെയ്ത് അവരെ തടയരുത്. അവർ കഴിക്കട്ടെ, സന്തോഷമായി കഴിച്ചിട്ട് പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കും, ഈ കുട്ടിക്ക് നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കും. മറ്റത് സാമദ്രോഹി, തൊലഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് പറയും. അതിനുള്ള ഇട വയ്ക്കാതെ നമ്മൾ വിളിക്കാതെ വരുന്നവരെയും അതിഥിയായി കാണണം എന്നാണ് സിനിമാക്കാരോട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മലയാളിയോട് ഞാൻ പറയുന്നു, സത്യനന്ദിക്കാരൻ്റെ ഞാൻ പ്രകാശനം എന്ന് പറഞ്ഞ പടത്തിൽ കല്യാണ സദ്യ വിളമ്പുന്നിടത്തേക്ക് വാതിൽ തുറക്കുമ്പോൾ ഓടുന്നൊരു സീനുണ്ട്. അതിൽ ഫഹദ് ഫാസിൽ ഓടണമെന്ന് കാണാം. ഞാൻ അപ്പോൾ ആലോചിച്ച്, ഇവ ഇങ്ങനെയൊക്കെ ഇത് എവിടെ നിന്ന് പഠിച്ചു തന്നു? എന്ത് മനോഹരമായിട്ടൊന്ന് ചെയ്തത്. മലയാളിയുടെ ടിപ്പിക്കൽ സ്വഭാവമാണ് ഞാൻ പ്രകാശനിൽ ഫഹദ് ഫാസിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാരി വലിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ വരുന്ന കാണുമ്പോൾ വളരെ മാന്യനായിട്ടിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് ശ്രീനിവാസൻ പഠിച്ചതാണോ, സത്യനന്ദിക്കാട് പഠിച്ചതാണോ, ഫഹദ് ഫാസിൽ പഠിച്ചതാണോ എന്ന് നമുക്ക് സംശയം തോന്നും. മലയാളിയുടെ ഇരട്ടത്താപ്പ് മുഖം കാണിച്ചതാണ്. അതൊക്കെ പോട്ടെ, ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കാണാൻ കൊതിക്കുന്നവർ നമ്മൾ വിളിക്കാത്ത സദ്യ ഉണ്ണാൻ വന്നാൽ അവരെ എണീപ്പിച്ച് വിടരുതേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് പ്രേം നസീറിനെ മാതൃകയാക്കണം എന്ന് ഉപദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കല്യാണ ഉണ്ണികളുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കഥയിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ
എന്നെ ഒന്ന് ഞോണ്ടിയില്ലേ എന്ന് തോന്നിയാൽ അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.